ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാമത് വാക്യം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും എന്നുള്ള വചനമാണ്. ഇവിടെ ഞാൻ ഓർപ്പിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം അവൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് നൽകുന്ന ദൈവമാണ് എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന വചനമാണ്. ഭയഭക്തിയോടെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്കു വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഴമായി ആഗ്രഹിച്ചു. പലപ്പോഴും ആഗ്രഹിച്ചതുപോലെ ഒരു തലമുറയെ കാണുവാനായിട്ട് സാധിക്കാതെ പോകുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും അവളുടെ ഹൃദയത്തിലെ ആഴമായ ആഗ്രഹമായിരുന്നു, എനിക്കൊരു മകനെ വേണം, ആ മകനെ എനിക്ക് ദൈവത്തിനു വേണ്ടി നിവേദിക്കണം, ദൈവത്തിനു വേണ്ടി അവനെ സമർപ്പിക്കണം എന്നുള്ള ആഴമായ ആഗ്രഹമായിരുന്നു. അവളെ അപമാനിച്ചവരുടെ മുൻപിൽ, അവളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അവളെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ അവൾ ഒരു പുരുഷ പ്രജയ്ക്കു വേണ്ടി ആഴമായി ആഗ്രഹിക്കുകയും ആ നിലയിൽ അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത്, യഹോവയായ ദൈവം അവളുടെ ആഗ്രഹത്തെ ഓർത്തിട്ട് അവൾക്കൊരു ആൺ തലമുറയെ നൽകിക്കൊടുത്തു. അവന് അവൾ ശമൂവേൽ എന്ന് പേരിട്ടു എന്നുള്ളതാണ്. ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവം ഹന്നയുടെ ആഗ്രഹത്തെ നിവർത്തിച്ചു. അതവൾക്ക് നൽകിക്കൊടുത്തു എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്, നീ ഒരു കാര്യം നിരൂപിക്കുന്നു എങ്കിൽ അത് നിനക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത് സാധിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള നിന്റെ നല്ല മനസ്സാക്ഷിയാണെന്നും ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വിശ്വസ്തയോടെ നാം നമ്മുടെ ജീവിതകാലം കഴിക്കുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സഫലമാക്കി തരും.
ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകിത്തരുന്ന ഒരു ദൈവമായി ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് നന്ദി. അത് ഞങ്ങൾക്ക് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.